നമസ്കാരം. അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വ്യത്യസ്തനായ ഒരു ഗായകനാണ് രാകേഷ് കണ്ണൂർ. നമസ്കാരം. നമസ്കാരം. ഈ ഗാനരംഗത്തേക്ക്, ഈ വ്യത്യസ്തമായൊരു ഗാനരംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? കുട്ടിക്കാലം മുതലേ പാടുമായിരുന്നോ? കുട്ടിക്കാലം മുതലേ എനിക്ക് ഫീമെയിൽ വോയിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുത് മുതലേ ഇങ്ങനെ പാടി സ്കൂൾ തലങ്ങളിലും മറ്റുമൊക്കെ പാടും. പിന്നെ നമ്മൾ മെച്ചുവേർഡായി വരുമ്പോൾ നമ്മുടെ വോയിസ് ഒന്ന് രണ്ട് ശബ്ദത്തിലേക്ക് പോകും. അതെല്ലാവർക്കും കിട്ടില്ല ഇങ്ങനെ ഒരു ഫീമെയിൽ വോയിസ്. ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും രണ്ടിലും പാടും. അതെ, രണ്ട് വോയിസിലും പാടും. രണ്ട് വോയിസും പാടുന്നത് ഇങ്ങനെയാണ്. ഒരു ഏജ് കഴിഞ്ഞ സമയത്ത് നമുക്ക് മെയിൽ വോയിസ് നല്ല ശക്തമായിട്ട് വരുമ്പോൾ ആ ഫീമെയിൽ വോയിസ് പലർക്കും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കളിക്കൂറ്റിന് എപ്പോഴും പോളിഷ് ചെയ്ത് സിംഗറാക്കി മാറ്റിയതാണ്. സ്കൂൾ പഠിക്കുമ്പോൾ ഒക്കെ പാടാറുണ്ടായിരുന്നു? സ്കൂൾ പഠിക്കുന്ന സമയത്ത് മത്സരവേദികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഏതിനായിരുന്നു? ലളിതഗാനം, പദ്യഗാനം മത്സരം, പിന്നെ നാടകം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ സ്റ്റേജ് പെർഫോമൻസിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? സ്റ്റേജ് പെർഫോമൻസ് വന്നത് ഞാനൊരു പണ്ട് മുതലേ ഗാനമേള വേദികളിലൊക്കെ അത്യാവശ്യം ചോദിച്ചിട്ട്, അതായത് ഒരു അവസരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ അന്ന് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് ഗാനമേളയിലൊക്കെ അത്യാവശ്യം കയറി പറ്റാനൊക്കെ. ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുൻപായിരിക്കും അല്ലേ? അതെ, 25 വർഷം ആയി ഇപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവസരങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും അത്യാവശ്യം പാടിക്കുന്നവരുണ്ട്, ചിലവർ തഴഞ്ഞവരുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കെ കണ്ണൂരിൽ നമ്മുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, എന്നെക്കാളും വളരെ ചെറിയ പയ്യനാണ് അദ്ദേഹം, പഠിക്കുന്ന കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റാണ്. അവരാണ് എന്നെ പ്രൊഫഷണൽ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് സിംഗറായിട്ട്. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും 25 വർഷക്കാലമായി ഞാൻ ബേസ് ചെയ്യുന്നത്, പാടാൻ തുടങ്ങിയിട്ടല്ലേ? എന്നാൽ നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? ജാനകമ്മ പാടിയ ഒരു മനോഹര ഗാനം നമുക്ക് ഇതിലൂടെ ഒന്ന് ചെയ്യാം. എന്നാലും ആ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകിട്ടും മധുമാസ സന്ധ്യകളേ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകിട്ടും മധുമാസ സന്ധ്യകളേ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ. മടിയിൽ തിരുകിയ സിന്ദൂരച്ചെപ്പത പൊടിമണ്ണിൽ വീണുവല്ലോ, ഒരു കൊച്ചു കാറ്റിനാൽ നിങ്ങൾ നാടകൾ അഴപൊട്ടി വീണുവല്ലോ, അഴപൊട്ടി വീണുവല്ലോ. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകിട്ടും മധുമാസ സന്ധ്യകളേ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ. വളരെ മനോഹരമായി. സത്യത്തിൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ രാകേഷിനെ കാണുന്നത് കൊണ്ടാണ് ഇത് രാകേഷ് പാടുന്നത് തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഫീമെയിൽ പാടുന്നത് തന്നെയായിട്ടാണ് നമുക്ക് സോങ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുക. റേഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അങ്ങനെയാണ് നമുക്ക് തോന്നാറ്. താങ്ക് യു. ഇങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് പ്രഗത്ഭരായ ആരെങ്കിലും താങ്കളോട് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക്
മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മ്യൂളിൽ സോങ് പാടി അത് വാട്സപ്പ് വഴി പ്രചരിക്കുകയുണ്ടായി. കൽക്കണ്ട് ചുണ്ടിൽ എന്നൊരു ഗാനം. അത് നമ്മുടെ ഇപ്പോഴത്തെ നടി അനുശ്രീജി അത് കേൾക്കാനിടയാവുകയും അവർ പറഞ്ഞു ഈ സോങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ചേട്ടൻ പാടിയിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ഈ സോങ് ഏതാണ് ഒറിജിനൽ നോക്കുന്നത് യൂട്യൂബിലൂടെ. അപ്പോഴത് മമ്മൂട്ടി സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി സാർക്ക് വേണ്ടിയിട്ട് ഈ സോങ് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയും പിന്നെ അവരുടെ പേജിലൊക്കെ എൻ്റെ പാട്ടിടുകയും എന്നെ കാണണമെന്ന് പറയുകയും അങ്ങനെ കാണാനൊരു അവസരം ഉണ്ടാവുകയും അദ്ദേഹം കൂടെ സ്റ്റേജിൽ എൻ്റെ കൂടെ തന്നെ പാടാൻ ഒരു വേദി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് താങ്കൾക്ക്? ഉണ്ട്. അങ്ങനെ വലിയ കൂടുതൽ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല നല്ല അനുഭവങ്ങളുണ്ട്. അതെ അതെ അതെ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം, ഒരു ഇടവേള. ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുണ്ടാകും ആയിരക്കണക്കിന് വേദികളിൽ, ഒത്തിരി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രഗത്ഭരായ വ്യക്തികളുടെ മുന്നിൽ ഗാനങ്ങൾ ആലപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിൻ്റെ ഗായിക തന്നെ സായനോര ഫിലിപ്പ്, അവർ തന്നെ വിദ്യാസാഗർജിയുടെ മുന്നിലും ശരത് സാറുടെ മുന്നിലും ഒക്കെ പാടാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കാര്യങ്ങളാണ്. പിന്നെ മറഡോണയുടെ അതേ വേദിയിൽ വെച്ച് എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് കണ്ണൂരിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊക്കെ ഒരു വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും? ഉണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 25 വർഷത്തിനൊരു കുറച്ച് വർഷങ്ങൾ താങ്കൾക്ക് ഈ ഒരു വേദിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു അസുഖം വന്നതിനെ തുടർന്ന് പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു വരുന്ന ഒരു ഭാഗത്തിൻ്റെ. അതെ. അപ്പോഴേ 2 വർഷം സംസാരിക്കാൻ കഴിയാതെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പോയി. 2 വർഷം ഒന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ചികിത്സയിലൂടെയാണ് അത് റിക്കവറായി വന്നത്. പിന്നീട് ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് വീണ്ടും ഒരു രക്തക്കുഴലിന് ചെറിയൊരു ക്ഷതം സംഭവിക്കുകയും ബ്ലഡ് സ്പ്രെഡായിട്ട് അതിൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ നടക്കുന്നത്. 2 മാസമായിട്ട് അതിൻ്റെ ചികിത്സയിൽ കൂടെയാണ് ഇപ്പോഴിങ്ങനെ പോണത്. ശാരീരികമായ അവശതകൾക്കിടയിലും ഈ ഒരു കലാരംഗത്ത് താങ്കൾ കലയുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് പറയാം. എന്നാൽ നമുക്ക് മറ്റൊരു ഗാനം കേൾക്കാം. ശരി. മെയിൽ വോയിസിലാണോ ഫീമെയിൽ വോയിസിലാണോ, ഇതിലാണ് പാടാൻ കുറച്ച് റിസ്ക് താങ്കൾക്ക് തോന്നുന്നത്? മെയിൽ വോയിസ് നമുക്ക് ഉള്ളതല്ലേ, അതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സാധകമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും കൂടുതലായിട്ട് വരുന്നില്ല. ഈ ഫീമെയിൽ വോയിസ് എപ്പോഴും നമ്മൾ തുടച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കണം, നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏവരും ആര് പാടിയാലും അത് നമ്മൾ പോളിഷ് ചെയ്യുന്നിടത്തോളം വൃത്തിയാവുകയാണ്. അതേപോലെ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സാറിന്റെ മുന്നിലൊക്കെ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്? ഉണ്ടായിരുന്ന അവസരം അവരുടെ മുന്നിലല്ല, ഒരു റേഡിയോ പ്രോഗ്രാമിൽ പാടുമ്പോൾ അവരുടെ പാട്ടുകളാണ് ഞാൻ പാടിയിരുന്നത്. ആ സമയത്ത് ഫോൺ വഴി അത് കണക്ട് ചെയ്യാമെന്ന് പറയുകയും അതെ ഓൺലൈനിൽ കിട്ടുകയും അവര് ആ സോങ് കേൾക്കാൻ ഇടവരുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഫിലിമിൽ എന്ത് തന്നെയാലും താങ്കളെ കൊണ്ട് പാടിക്കാം, അതിനൊരു അവസരം വരട്ടെ എന്ന് പറഞ്ഞു. അവസരം വരുമായിരിക്കും. അതേപോലെ ഏതൊക്കെ വേദികളിലാണ് പ്രധാനമായും ഇപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്നത്? ഏതൊക്കെ വേദികളാണ് ഇപ്പോൾ കൂടുതലും കിട്ടുന്നത്? അമ്പലപ്പറമ്പുകളാണ്. കാരണം നമുക്ക് ഇപ്പം സീസൺ ആണല്ലോ, ഭഗവതിയുടെയും ചിലോട്ട് ഭഗവതിയുടെയും അങ്ങനെയുള്ള ക്ഷേത്ര കലകളുടെയും തെയ്യങ്ങളുടെയും തിറകളുടെയും. അപ്പോൾ കൂടുതലും നമുക്ക് കിട്ടുന്നത് അമ്പലപ്പറമ്പുകളാണ് കൂടുതലും. അത്തരത്തിൽ കൂടുതൽ നമുക്ക് പാട്ടുകൾ കേൾക്കാം, ഒരിടവേള കൂടി. അതേപോലെ എങ്ങനെയാണ് ഈ ഫീമെയിൽ വോയിസിലേക്ക് വന്നത്? എങ്ങനെയാണ് റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ പാടി അനുകരിച്ചുകൊണ്ട് തുടങ്ങിയതാണോ? അതെ, എല്ലാം ജാനകിയമ്മയുടെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം അനുകരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വോയിസിൽ അനുകരിച്ച് ഡിക്റ്റോ ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു ഫീമെയിൽ വോയിസ് ഉള്ളത് കൊണ്ട് എല്ലാവരുടെ പാട്ടുകളും പാടാറുണ്ട്. ഇപ്പം സുശീലാമ്മയുടേതായാലും എനിക്ക് പ്രിയങ്കരൻ തന്നെയാണ്, ജാനകിയമ്മയുടേതായാലും പ്രിയങ്കരാണ്.
അതുപോലെ ഏത് മെയിൽ songs- വോയിസിലും അതെ അതെ, മെയിൽ വോയിസും എല്ലാവരുടേതും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു വോയിസിലാണ് ഞാൻ പാടുന്നത് എല്ലാ സോങ്ങും പാടുന്നത്. അതേപോലെ മറ്റെവിടെയൊക്കെ കേരളത്തിന് പുറത്തെവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്? ദുബൈയിൽ, പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുറത്ത് കുറവാണ്, നമുക്ക് ഇന്ത്യയിൽ തന്നെ പല ഇടങ്ങളിലും അങ്ങനെ ചെയ്തു. ഈ ഒരു വോയിസ് മോഡുലേഷൻ കേൾക്കുമ്പം പ്രേക്ഷകരിൽ അല്ലെങ്കിൽ കാണികളിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? കാണികളിൽ നിന്ന് നല്ല പ്രതികരണം കിട്ടാറുണ്ട്. കാരണം നല്ല പഞ്ച് ചെയ്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒറിജിനലായിട്ട് ട്രാക്ക് പാടി വെച്ചിട്ട്, അതായത് വേറെ ആരെങ്കിലും കൊണ്ട് പാടിച്ച് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറിജിനൽ ഇപ്പം ജാനകിയമ്മന്റെ പാട്ട് പാടുമ്പോൾ ജാനകിയമ്മ പാടി എന്നല്ല, വേറെ ആരെങ്കിലും ഫീമെയിൽസിനെ കൊണ്ടോ മറ്റോ പാടിച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഇപ്പം സ്റ്റേജുകളിൽ കൂടുതലും അത് ആദ്യം തന്നെ തീർത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഇങ്ങനെ ഒരു വേദിക്ക് മുന്നിൽ വന്നുകൊണ്ട് ശ്രോതാക്കള് അതെ അതെ, ഒരു പാട്ട് പാടിയ സമയത്ത് രണ്ടുപേര് തമ്മിൽ ബെറ്റ് വെച്ചിരുന്നു, ഞാൻ പാടുന്നതാണെന്നും അവർ പാടുന്നതല്ല എന്നും. അതെ അതെ, അങ്ങനെ അവർ തന്നെ എനിക്ക് സ്റ്റേജിൽ തന്നെയാണ്, മുന്നിൽ വെച്ച് തന്നെയാണ് അവർ തമ്മിൽ ബെറ്റ് കെട്ടിയ കാശ് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, തെളിയിച്ചതിന് ശേഷം. ഓക്കെ, എന്തായാലും പ്രേക്ഷകർക്കും കൂടുതൽ പാട്ടുകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. നമുക്ക് ഒരു പാട്ട് കൂടി പാടാം. ഓ, തീർച്ചയായിട്ടും. प्यार किया दुश्मनों से बदला लिया, जो भी किया हमने किया शान से, शान से। दोस्तों से प्यार किया, दुश्मनों से बदला लिया, जो भी किया हमने लिया शान से, शान से। വളരെ വ്യത്യസ്തമായ പാട്ടുകളാണ് താങ്കൾ തിരഞ്ഞെടുക്കുന്നത്. ഉഷാജിയുടെ സോങ് ആണ് ഇത്. അതേപോലെ കുടുംബത്തില് ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഭാര്യയും ഒരു മകനേ ഉള്ളൂ. മകൻ പാടാറുണ്ട്? മകൻ അത്യാവശ്യം പാടുന്നുണ്ട്, പാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേര് നിജിലേഷ്, ഭാര്യയുടെ പേര് ലീന എന്നാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ട് തന്നെയാണ്. എനിക്ക് ഉണ്ടാകുന്ന ഡിക്ഷനിലുണ്ടാകുന്ന വല്ല പ്രോബ്ലംസ് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹിന്ദിയിൽ ചിലതൊക്കെ തിരുത്തി തരുന്നത് അവരാണ്. ഇവിടെ ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റി പാടിയിട്ടുണ്ട്, ഹംനെ കിയ അവിടെ ഹംനെ ലിയ എന്ന് പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഡിക്ഷൻസ് എന്തെങ്കിലും മാറിപ്പോയാൽ മൂപ്പരാണ് അതൊക്കെ കണ്ടെത്തിയിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ട്രൂപ്പ് ഒരുമിച്ചാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ പരിപാടി അവതരിപ്പിക്കാറ്? ഞാൻ ഓരോരോ ആളുകൾക്കും ഓരോ ദിവസം ഡേറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ട്രൂപ്പിൻ്റെ കൂടെയാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലായിരിക്കും. അങ്ങനെ ഓരോരോ ആൾ വിളിക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെയാണ് പ്രോഗ്രാംസ് കൂടുതൽ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവാൻ വളരെ കുറവാണ്. പിന്നെ റിസ്ക് കൂടുതലാണ്, ടെൻഷൻസ്. ഒറ്റയ്ക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം സ്വന്തമായിട്ട് പോകാൻ നമ്മുടെ ദൗത്യം ചെയ്ത് വരിക എന്നതാണ്. എന്തായാലും നമുക്ക് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ട് കൂടി പാടാൻ കഴിയില്ലേ? ഓ, ചെയ്യാം. ഒരു പാട്ട് കൂടി പാടാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ, നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ.
സുഗതമീ നാളിൽ ലല്ലല്ലലല, പ്രണയശലഭങ്ങൾ ലല്ലല്ലലല, അണയുമോ രാഗദൂതുമായി സുഗതമീ നാളിൽ ലല്ലല്ലലല, പ്രണയശലഭങ്ങൾ ലല്ലല്ലലല, അണയുമോ രാഗദൂതുമായി വർണ്ണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ, മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. വളരെ മനോഹരമായിരിക്കുന്നു. ഓക്കെ. യഥാർത്ഥത്തിൽ ഈ രണ്ട് വോയിസും ഒരേ സമയം പാടുമ്പോൾ വലിയ സ്ട്രെയിൻ എടുക്കേണ്ടതില്ലേ? സ്ട്രെയിൻ ഉണ്ട്, പക്ഷേങ്കിൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറില്ല അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു വോയിസിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ വരുത്താൻ ഇനിയും ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. കുട്ടികളുടെ വോയിസിൽ പാടും, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാവരും വോയിസ് കേട്ട് കഴിഞ്ഞാലും അതിനോട് ശ്രമിക്കും. അപ്പോൾ ആ ശ്രമം കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇന്നാളെന്ന് പറഞ്ഞിട്ട് പാടാൻ പറ്റാത്തത്. ശരിക്കും പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിൽ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലും പരിപാടികളുണ്ട്, വേദികളുണ്ട്. വേദികളുണ്ട്. ഇനി സീസൺ കഴിയുന്നവർ ഏകദേശം നല്ല പ്രോഗ്രാംസ് ഉണ്ടാകും. എന്തായാലും താങ്കൾക്ക് ഇത്തരത്തിലുള്ള വോയിസ് ചേഞ്ചിൽ ഒരുപാട് ഗാനങ്ങൾ പാടാൻ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് വേദികൾ ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതിഥി ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. താങ്ക് യു. എന്നെ ഇവിടെ ക്ഷണിച്ച ഷിജിത്ത് ഭായിക്കും അതുപോലെ കണ്ണൂർ വിഷലിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. താങ്ക് യു.